ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 6 ആയ ഭൂപടങ്ങൾ വായിക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ എന്താണ് ഭൂപടം, എത്ര തരത്തിലുള്ള ഭൂപടങ്ങളുണ്ട്, അവ ഏതൊക്കെയാണ്, ഭൂപടങ്ങൾ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഭൂപടം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ഭൂപടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ, പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ എന്താണ് ഭൂപടം? ഭൂപടം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ വിവരങ്ങൾ വിവിധങ്ങളായ രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് ഭൂപടങ്ങൾ എന്ന് പറയാം. ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ. PSC ടെസ്റ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നല്ലപോലെ വായിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഭൂപടങ്ങളെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫിസിക്കൽ മാപ്സ് അല്ലെങ്കിൽ ഭൗതിക ഭൂപടങ്ങൾ, രണ്ട് കൾച്ചറൽ മാപ്സ് അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഭൗതിക ഭൂപടങ്ങൾ. ഭൗതിക ഭൂപടങ്ങൾ അതിൽ തന്നെയുണ്ട് ഭൗതികമായ പറയുമ്പോൾ ഏതൊക്കെ വരും? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ മാപ്സ് അഥവാ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് സാംസ്കാരിക ഭൂപടങ്ങൾ? അതിൽ തന്നെയുണ്ട് സാംസ്കാരികം. അപ്പോൾ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി വരും, വ്യവസായം വരും, രാഷ്ട്രീയ അതിർത്തികൾ വരും മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് എന്ത് ഭൂപടങ്ങൾ? സാംസ്കാരിക ഭൂപടം. അപ്പോൾ എന്താണ് ഭൂപടം? ഭൂപടത്തിനെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫിസിക്കൽ മാപ്സ്, രണ്ട് കൾച്ചറൽ മാപ്സ്. അതായത് ഭൗതിക ഭൂപടങ്ങൾ, സാംസ്കാരിക ഭൂപടങ്ങൾ. അത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരുപാട് ഭൂപടങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, മണ്ണ് ഭൂപടം, വ്യാവസായിക ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, അതുപോലെ തന്നെ ജ്യോതിശാസ്ത്ര ഭൂപടം, സൈനിക ഭൂപടം, ദിനാവസ്ഥാ ഭൂപടം, ഇങ്ങനെ ഒരുപാട് ഭൂപടം ഉണ്ട്. അപ്പോൾ ഈ ഭൂപടങ്ങളെ നമ്മൾ പറഞ്ഞ പോലെ ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളും എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭൗതിക ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, മണ്ണ് ഭൂപടം, വ്യാവസായിക ഭൂപടം, കാലാവസ്ഥാ ഭൂപടം. ഇതെല്ലാം ഭൗതിക ഭൂപടങ്ങളിൽ ഉൾപ്പെടും. സാംസ്കാരിക ഭൂപടങ്ങളിൽ വരുമ്പോൾ ജ്യോതിശാസ്ത്ര ഭൂപടം വരും, സൈനിക ഭൂപടം വരും, ദിനാവസ്ഥാ ഭൂപടം വരും, അതുപോലെ തന്നെ ഭൂവിനിയോഗ ഭൂപടം വരും, ഭൂപ്രകൃതി ഭൂപടം വരും, ചരിത്ര ഭൂപടം വരും. ഇതൊക്കെ സാംസ്കാരിക ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത് നമുക്ക് നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഭൂപട വർഗീകരണത്തെ വിവിധ തോതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് ഇവിടെയാണെങ്കിൽ എന്താണ്? ഭൂപട വർഗീകരണത്തെ തോതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതാണ്? ചെറിയ തോത് ഭൂപടങ്ങൾ ഒന്ന്, രണ്ടാമത്തത് ഏതാണ്? വലിയ തോത് ഭൂപടങ്ങൾ. അതായത് ചെറിയ തോത് ഭൂപടങ്ങൾ അല്ലെങ്കിൽ സ്മാൾ സ്കെയിൽ മാപ്സ്, വലിയ തോത് ഭൂപടങ്ങൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്സ്. അതായത് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ. വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഉദാഹരണങ്ങളാണ് കഡസ്ട്രൽ ഭൂപടം, അതുപോലെ തന്നെ ധരാതലീയ ഭൂപടം. ഇതെല്ലാം വലിയ തോത് ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പൊ അടുത്ത് നമുക്ക് നോക്കാം എന്താണ് അതായത് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ചെറിയ തോത് ഭൂപടങ്ങൾ? അതായത് വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. അപ്പൊ എന്താണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്? വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. എന്നാൽ വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് എന്ത്? വലിയ തോത് ഭൂപടങ്ങൾ. അപ്പോ ഭൂപടത്തിനെ എന്താണ്? ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കഡസ്ട്രൽ ഭൂപടങ്ങൾ. എന്താണ് കഡസ്ട്രൽ ഭൂപടം എന്ന് നോക്കാം. അതായത് കഡസ്റ്റർ എന്ന് പറയുന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കഡസ്ട്രൽ എന്ന് പറയുന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് നമ്മൾ കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥ അവകാശം സൂചിപ്പിക്കുന്നതിനും
സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു. ഇത് ഗ്രാമഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഈ കഡസ്ട്രൽ ഭൂപടം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നർത്ഥമുള്ള കഡസ്റ്റർ എന്ന് പറയുന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കഡസ്ട്രൽ എന്ന് പറയുന്ന പദം ഉണ്ടായത്. അപ്പോ അറിയാലോ, അതിൽ എന്താണ് രേഖപ്പെടുത്തുന്നത്? പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്താണ്? അതായത് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ. അപ്പൊ എന്താണ്? സമഗ്രമായ ഭൂസർവേ നടത്തിയതിനു ശേഷമാണ് ഇവരിത് തയ്യാറാക്കുന്നത്. അതാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഇതിൽ എന്താണ് ചിത്രീകരിക്കുന്നത്? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഇവ. ഇതിൽ എന്തൊക്കെ വരും? ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഈ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നു. അപ്പൊ നമ്മൾ കഡസ്ട്രൽ ഭൂപടം പഠിച്ചു, ധരാതലീയ ഭൂപടവും പഠിച്ചു. അടുത്ത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? അപ്പൊ ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇത് ഇത്രയും പഠിച്ചത്. അടുത്തത് ഭൂപടത്തിന്റെ തോത്. അതായത് ഭൂപടങ്ങളെ വ്യത്യസ്തമായ തോതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് തോതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയത് 3 രീതിയിലാണ്. ഒന്ന് ഏതാണ്? പ്രസ്താവന രീതി, 2 ഭിന്നക രീതി, 3 രേഖാരീതി. പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. അതിൽ എന്താണ് പ്രസ്താവന രീതി എന്ന് നമുക്ക് നോക്കാം. അതായത് തോത് രേഖപ്പെടുത്തുന്നത് ഭൂപടത്തിലെ ഓരോ സെന്റിമീറ്ററും ഭൂമിയിലെ 5 കിലോമീറ്റർ ആണെന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഭൂപടത്തിൽ കൊടുത്തിരിക്കുന്നത് ഭൂമിയിലെ 5 കിലോമീറ്റർ ആണെന്ന് സാധാരണക്കാരായ മനുഷ്യർ വരെ മനസ്സിലാക്കേണ്ട സിമ്പിളായ രീതിയിലാണ് അവര് ഈ പ്രസ്താവന രീതി കൊടുത്തിട്ടുള്ളത്. അപ്പോ ഭൂപടത്തിലെ ഓരോ സെന്റിമീറ്ററും ഭൂമിയിലെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിലെ 5 കിലോമീറ്റർ ആണെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽസ് അല്ലെങ്കിൽ പ്രസ്താവന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഭിന്നക രീതി അഥവാ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്താണ്? അതായത് വിവിധ രാജ്യങ്ങളിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ എന്താണ്? വ്യത്യസ്തങ്ങളാണ്. അത് നമുക്കറിയാലോ. അതായത് ഇന്ത്യയിൽ സെന്റിമീറ്റർ, മീറ്റർ എന്നുള്ള രീതിയിലാണെങ്കിൽ, കിലോമീറ്റർ തുടങ്ങിയ യൂണിറ്റുകളാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ്? ഇഞ്ച്, മൈൽ, ഫർലോങ് തുടങ്ങിയ യൂണിറ്റുകളാണ് പ്രചാരത്തിലുള്ളത്. ഇന്ത്യയിലെ യൂണിറ്റുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ തോത് മറ്റ് രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യും? ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അവരെന്ത് ചെയ്തു? ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഭിന്നക രീതി? ഭൂപടത്തിലെ ദൂരവും ഭൂമിയുടെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഭിന്നക രീതി എന്ന് പറയുന്നത്. അതായത് 1 സെന്റിമീറ്റർ 5 കിലോമീറ്ററിനെ കാണിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ആ പ്രസ്താവന രീതിക്ക് പകരം ഇവരെങ്ങനെയാണ് 1.5 lakhs എന്ന ഭിന്നക രീതിയിൽ രേഖപ്പെടുത്തുക. അതായത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 എത്രയാണ്? 5 lakhs എന്ന് പറയാം. ഓക്കെ, 5 lakh എന്ന ഭിന്നക രീതിയിൽ രേഖപ്പെടുത്താം. ഓക്കെ, ഓരോ രാജ്യത്തും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആനുപാതിക അകലത്തെ വായിച്ചെടുക്കാം. നമ്മൾ ഇതിനെ 1 സെന്റിമീറ്റർ 5 ലക്ഷം സെന്റിമീറ്ററിനെ കാണിക്കുന്നു എന്ന് വായിക്കുമ്പോൾ യൂറോപ്പുകാർ ഇതിനെ 1 ഇഞ്ച് 5 ലക്ഷം ഇഞ്ചിനെ കാണിക്കുന്നു എന്നും വായിക്കുന്നു. അപ്പോൾ ഇതാണ് ഭിന്നക രീതി എന്ന് പറയാം. അപ്പൊ എന്താണ് ഭിന്നക രീതി? ഭൂപടത്തിലെ ദൂരവും ഭൂമിയുടെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി. ഓക്കെ, 1 സെന്റിമീറ്റർ എന്ന് പറയുന്ന 5 കിലോമീറ്ററിനെ കാണിക്കുന്ന പ്രസ്താവന രീതിക്ക് വരെ 1:5 lakhs എന്ന ഭിന്നക രീതിയിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. അടുത്തത് ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അതായത് ബ്രിട്ടീഷുകാർ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഏത്? ഇഞ്ച്, ഫർലോങ്, മൈല് എന്നിവ. എന്നാൽ ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയിൽ ഈ യൂണിറ്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടം വിട്ടതോടെ നമ്മുടെ രാജ്യത്ത് മെട്രിക് സിസ്റ്റം യൂണിറ്റുകൾ പ്രചാരത്തിലായി. ഇത് പ്രകാരമാണ് നമ്മൾ സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ
എന്നിങ്ങനെയായി ദൂരം അളക്കുന്ന യൂണിറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രേഖാരീതി അഥവാ ലീനിയർ സ്കെയിൽ എന്താണ്. അപ്പൊ എന്താണ് ലീനിയർ സ്കെയിൽ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് രേഖപ്പെടുത്തിയ തോത് ഭൂപടത്തിലെ മാറ്റത്തിനൊത്ത് മാറിയിട്ടുണ്ടോ, തോത് മാറി. ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്നു. ഇതാണ് ഏത് രേഖാരീതി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഭൂപടങ്ങൾ വലുതാക്കുമ്പോഴോ ചെറുതാക്കുമ്പോഴോ ചെയ്യുമ്പോൾ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോത് ആനുപാതികമായി മാറുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, രേഖാരീതി അഥവാ ലീനിയർ സ്കെയിൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോ ഇന്ന് നമ്മൾ എന്നിട്ട് അടുത്ത് ഇതിൽ പറയുന്നത് ഇന്ത്യയെ അളന്ന സർവേയർമാർ. ആദ്യമായി ഇന്ത്യയെ അളന്ന സർവേയർ എന്നറിയപ്പെടുന്നത് ആരെയാണ്, വില്യം ലാംപ്ടൺ. ആരെയാണ്, വില്യം ലാംപ്ടൺ എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം AD 1800 ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് ആരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് 1800. പക്ഷേ ഇത് പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ്. 50 വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് 500 കിലോഗ്രാമിലധികം ഭാരമുള്ള തിയോഡലൈറ്റ് ഉപയോഗിച്ച് ഇദ്ദേഹം എന്ത് ചെയ്തത്, തിയോഡലൈറ്റ് ആണ് ഇതിനുപയോഗിച്ച ഉപകരണം. എന്നിട്ട് അതുപോലെ തന്നെ 1600 മൈൽ ദൂരത്തിൽ അണുകിട തെറ്റാതെ കൃത്യതയോടെ നടത്തിയ സർവേയിലൂടെയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണയിച്ചത്. പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങളെ തരണം ചെയ്താണ് അന്നത്തെ സർവേ സംഘം അനേക വർഷം ജോലി ചെയ്തത്. ഓക്കെ, അപ്പോ ഇത് ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് ആരുടെ, നമ്മുടെ വില്യം ലാംപ്ടൺ. ഏത് കാലത്താണ്, AD 1800 ഭൂപട നിർമ്മാണത്തിനായി ഇറങ്ങി തിരിച്ചത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹമാണ് ഇന്ത്യ അളന്ന സർവേയർമാർ. അത് ഒരാള്. രണ്ടാമത്തെ ആൾ ആരാണ്, ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ആരാണ്, ജോർജ് എവറസ്റ്റ് ആണ് ഇത് പൂർത്തിയാക്കി എടുത്തത്. അപ്പൊ അതും നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് ജോർജ് എവറസ്റ്റ്. ഓക്കെ, അപ്പോ ഇതാണ്. അപ്പൊ നമുക്ക് ഇത്രയും ഇതും കൂടെ നോക്കാം. സർവേ ഓഫ് ഇന്ത്യ എന്താണ്? നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ എന്താണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി അറിയപ്പെടുന്ന പേര് എന്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്, സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു, സർവേ ഓഫ് ഇന്ത്യ എന്തെന്ന് പഠിച്ചു. ഇന്ത്യ അളന്ന സർവേയർ, ആദ്യത്തെ സർവേയർ ആരാണ്, വില്യം ലാംപ്ടൺ ആണ്. അത് പഠിച്ചു. എന്നാണ്, AD 1800 ഏത് ഉപകരണമാണ് അദ്ദേഹം ഉപയോഗിച്ചത്, തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഉപകരണമാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്ന് പഠിച്ചു. പിന്നെ തോതുകളുടെ അടിസ്ഥാനത്തിൽ ഭൂപടത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതായത് ലീനിയർ സ്കെയിൽ, അതുപോലെ തന്നെ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ, അതുപോലെ തന്നെ ഏതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽസിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഭൂപടങ്ങളിലെ തോത് ബേസ് ചെയ്താണ് ഈ സ്കെയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു, കടസ്ഥ ഭൂപടം പഠിച്ചു, ധരാതലീയ ഭൂപടം എന്താണെന്ന് പഠിച്ചു. ഭൂപടങ്ങളെ ഏതൊക്കെ തോതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സ്മോൾ സ്കെയിൽ മാപ്സ് എന്നും ലാർജ് സ്കെയിൽ മാപ്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പഠിച്ചു. പിന്നെ ഈ ഭൂപടങ്ങളെ അതുപോലെ തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പഠിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ഭൂപടം എന്ന് പഠിച്ചു, ഭൂപടത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പഠിച്ചു, ഭൂപട വർഗീകരണം പഠിച്ചു, തോതിന്റെ അടിസ്ഥാനത്തിലുള്ളത് പഠിച്ചു, ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത് പഠിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു അഗെയിൻ.